തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. നമുക്കേ വേറെ ആരുടെയെങ്കിലും അക്കൗണ്ട് വഴി മാറാൻ പറ്റുമോ നോക്കാം. എന്തായാലും ഈ ചെക്ക് എന്റെ കയ്യിലിരിക്കട്ടെ. ശരി. പിന്നെ ആ രാധാമണിയെ കുറിച്ച് പിന്നെ എന്തെങ്കിലും വിവരമുണ്ടോ ഹർഷേ? ഇല്ല, അവളെന്തായാലും ഇനി എന്നെ വിളിക്കില്ല. വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നന്നായി. പോലീസിന്റെ പിടിയിൽ അവള് പെടില്ലായിരിക്കും അല്ലേ? അത് പറയാൻ പറ്റില്ല ആന്റി. ആരെങ്കിലും ഈ കേസ് കുത്തിപ്പൊക്കിയ പോലീസ് എവിടുന്നെങ്കിലും രാധാമണിയെ പൊക്കും. അയ്യോ, ആ സമയത്ത് അവള് നമ്മുടെ പേരെങ്ങാനും പറഞ്ഞ അവൾക്ക് കൊടുത്ത 50,000 രൂപ വെറുതെ ആവില്ലേ? ഏയ് ഇല്ല ആന്റി, അതോർത്ത് ആന്റി ടെൻഷൻ ആവൊന്നും വേണ്ട. രാധാമണിയെ പ്രൊഫഷണലാ. പണം വാങ്ങിയതുകൊണ്ട് അവൾ ഒരിക്കലും നമ്മുടെ പേര് പറയില്ല. ആണോ? എങ്കിൽ പ്രശ്നമില്ല. ആ ഒരു കാര്യത്തിൽ ഒരു സമാധാനമുണ്ട്. നീ ചായ കുടിക്കേ. ഈ വീട്ടിൽ എവിടെയും ചീരൂല്ല. നേരത്തെ അവൾ ഇങ്ങോട്ടേക്ക് വന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാനും പോകുന്നില്ല. സത്യം പറയാൻ ചേച്ചി, ലച്ചുമോളെ ചീരൂരെ നിങ്ങൾ എങ്ങോട്ടൊക്കെ മാറ്റിയിരിക്കുമല്ലേ? എന്റെ വിനയ, ലച്ചുമോൾ അപ്പുറത്തെ ഗിരിജേച്ചിയുടെ വീട്ടിലുണ്ടെന്ന് ഞാൻ വന്നപ്പോഴേ പറഞ്ഞല്ലോ. ഗിരിജേച്ചിയുടെ മോളും മോളുടെ കുട്ടിയും വന്നിട്ടുണ്ട്. ആ കൊച്ചിന്റെ കൂടെ കളിക്കുക ലച്ചുമോള്. അല്ല, നമുക്ക് വേണമെങ്കിൽ അവിടെ പോയി ലച്ചുമോളെ കാണാം. കൂട്ടത്തെ ചീരു അവിടെ വന്നോന്ന് ആ വീട്ടുകാരോട് നിനക്ക് ചോദിക്കുകയും ചെയ്യാലോ. വേണ്ട, രഘുവേട്ടനും അമ്പിൾ ചേച്ചിയും ചീരുവിനെ ഒളിപ്പിക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ലല്ലോ. തൽക്കാലം നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കുക. പക്ഷേ ചീരു എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് അറിഞ്ഞിട്ടും നിങ്ങൾക്ക് അവളുടെ കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ലാത്ത എൻ്റെ സംശയം. ചീരുവിന്റെ കാര്യത്തില് ഞങ്ങൾക്ക് പണ്ടേ ടെൻഷൻ ഇല്ല വിനയ. കാരണം അവൾ എല്ലാ കാര്യത്തിലും വളരെ പക്വത കാണിക്കുന്നവളാ. പിന്നെ നിന്റെ വീട്ടിൽ നിന്ന് അവൾ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ തക്കതായ കാരണവും ലക്ഷ്യവും ചീരിനുണ്ടാവും. ആ ലക്ഷ്യം നേടി അവൾ തിരിച്ചു വരികയും ചെയ്യും. ലക്ഷ്യോ? എന്ത് ലക്ഷ്യം? എന്നോടും എന്റെ കുടുംബത്തോടും അവൾ ഇങ്ങനെ ഒരു ചതി കാണിക്കാൻ പാടില്ലായിരുന്നു. പറക്കമുറ്റാത്ത 3 മക്കളെയും എന്നെ ഉപേക്ഷിച്ചിട്ടാണോ ഇവരുടെ ലക്ഷ്യം ഉണ്ടാക്കാൻ പോകുന്നത്? അല്ല വിനയ, അപ്പൊ ചീരുവിന് തിരിച്ചു വരില്ലെന്നാണോ നീ വിശ്വസിക്കുന്നത്? അപ്പൊ പിന്നെ കാര്യമായ എന്തൊരു പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്? ഭാര്യയും ഭർത്താവും ആവുമ്പോ പല സൗന്ദര്യ പ്രശ്നങ്ങളും ഉണ്ടാവും രഘുവേട്ടാ. നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളില്ലേ? അതിനിങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? അവളെന്റെ അമ്മയോട് പറഞ്ഞെന്താന്നറിയാം, മക്കളുടെ അച്ഛനൊരു പ്രതീക്ഷയില്ല, അതുകൊണ്ട് അവരുടെ ഭാവിക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി പോവുകയാണെന്ന്. എങ്കിലവള് പോയിട്ട് വരട്ടെ വിനയ, അത് നല്ല കാര്യല്ലേ. ചീരു നല്ല ലക്ഷ്യബോധം ഉള്ളവളാ. അവള് നേടണമെന്ന് വിചാരിച്ച കാര്യം നേടിയിട്ടേ വരൂ. അവള് അവളുടെ പെൺമക്കൾക്ക് വേണ്ടി നേടിയാ മതി. എന്റെ മോന് വേണ്ടത് ഞാൻ ഉണ്ടായിക്കോളാം. അതിന് ആരുടെ ഔദാര്യം വേണ്ടെന്ന് അമ്പിളി ചേച്ചി അവളോടത് പറഞ്ഞേക്കും. അതെങ്ങനെ വിനയ?